ഇൻഫെക്ഷസ് ഡിസീസിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ 6. ഇനി എന്താണ് ഇൻഫെക്ഷസ് ഡിസീസ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വാട്ട് സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷസ് ഡിസീസ്. ആദ്യം ഇൻഫെക്ഷസ് ഡിസീസസ് എന്താണെന്ന് അറിയണം. ഇൻഫെക്ഷസ് ഡിസീസസ് ചെറിയ ജേംസ് കോസ് ചെയ്യുന്ന ചെറിയ ജേംസ് നമുക്ക് ഇൻവിസിബിൾ ടു നേക്കഡായി. പിന്നെ ചില കേസസിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താൽ മാത്രം കാണുന്ന മൈക്രോ ഓർഗാനിസംസാണ് ഇൻഫെക്ഷസ് ഡിസീസസ് നമുക്ക് കോസ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഫുഡ് വയ അല്ലെങ്കിൽ എയർ വയ അല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ മ്യൂക്കസ് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഡ്രോപ്ലെറ്റ്സ് അങ്ങനെ അല്ലെങ്കിൽ നല്ല വേറെ സ്കിൻ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ടച്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അയാൾ യൂസ് ചെയ്ത ടവൽ വരെ ടച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ ബോഡിയിലേക്ക് കയറും. അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീസ് മൈക്രോ ഓർഗാനിസം മൾട്ടിപ്ലൈ റാപ്പിഡ് റേറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യും. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോയ്സൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പോയ്സൺസ് നമ്മുടെ ബ്ലഡ് വഴി എല്ലായിടത്തും ചെന്നെത്തും. അപ്പം നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അതിന് എതിരെയായിട്ട് ആൻറ്റി ടോക്സിൻസും ആൻറ്റിബോഡീസും വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ തോത് കൂടും. വൈറ്റ് ബ്ലഡ് സെൽസ് എന്താ ചെയ്യുക, ഈ ഇൻഫെക്ഷസ് ഡിസീസിനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ ഫൈറ്റ് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കും, അങ്ങനെ കൂടും. അപ്പോൾ ഇതാണ് യൂഷ്വലി ഒരു അസുഖം വന്നാൽ നടക്കുന്ന മെക്കാനിസം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ചെന്ന് ഈ മൈക്രോ ഓർഗാനിസംസ് ഹോൾ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും സൈൻസ് ആൻഡ് സിംറ്റംസ്. അങ്ങനെയാണ് നമുക്കൊരു ഇൻഫെക്ഷസ് ഡിസീസ് ഉണ്ട് എന്നറിയാൻ പറ്റുക. പിന്നെ ഈ ഇൻഫെക്ഷസ് ഡിസീസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ പകരുന്നതിന് ഒന്നുമില്ലെങ്കിൽ അയാളുടെ ബോഡി ഫ്ലൂയിഡ്സ്, അല്ലെങ്കിൽ അയാൾ യൂസ് ചെയ്ത ക്ലോത്ത്സ്, അല്ലെങ്കിൽ എയർ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ വരാം, അല്ലെങ്കിൽ വാട്ടറിൽ കൂടെ വരാം, കണ്ടാമിനേറ്റഡ് ഫുഡ്, അല്ലെങ്കിൽ ഫ്ലൈസ്, ഇങ്ങനെ ഒരു ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ മോസ്കിറ്റോസ്, ഇതൊക്കെ ഇൻഫെക്ഷസ് ഡിസീസ് കോസ് ചെയ്യാം. പബ്ലിക്കായിട്ടുള്ള സാധനങ്ങൾ, പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇൻഫെക്ഷസ് മറ്റേ ആൾക്കും പകരാനുള്ള ചാൻസ് ഉണ്ട്. ഈ സ്റ്റെപ്സ് ഓഫ് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷസ് ഡിസീസ് എന്തൊക്കെയാണ്? ഒന്ന്, നോട്ടിഫിക്കേഷൻ. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. നെക്സ്റ്റ് ഐസൊലേഷൻ. നെക്സ്റ്റ് ക്വാറന്റൈൻ ചെയ്യുക. നെക്സ്റ്റ് ഡിസിൻഫെക്ഷൻ ചെയ്യുക. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ. ഇങ്ങനെ 5 സ്റ്റെപ്സാണ് നമ്മൾ പറയുക. അതിൽ നോട്ടിഫിക്കേഷൻ, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷസ് ഡിസീസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഹെൽത്ത് ഓഫീസറിനെ, മുനിസിപ്പൽ കമ്മിറ്റിയിലെ ഹെൽത്ത് ഓഫീസറിനെ നമ്മൾ അറിയിക്കണം. ഈ മുനിസിപ്പൽ കമ്മിറ്റിയിലെ ഹെൽത്ത് ഓഫീസറിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ട് പോയി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വന്നത്, ഏത് കാരണത്താലാണ് വന്നത്, എവിടേക്കാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ അവർ നോക്കി കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഔട്ട് ബ്രേക്കിനെ നിർത്താനായിട്ട് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനുള്ള അവർ മെഷേഴ്സ് എടുക്കും. പിന്നെ ഹെൽത്ത് മെഷേഴ്സൊക്കെ ടൈറ്റൻ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്കാണ് ഇൻഫെക്ഷസ് ഡിസീസ് എന്നാൽ അയാളോട് പുറത്തേക്ക് ഇറങ്ങാതെ അയാളുടെ കൂടെയുള്ളവരോടും പുറത്തേക്ക് പോകരുത് എന്നുള്ള അങ്ങനെ കൃത്യം കാര്യങ്ങൾ കൊടുക്കും, അറിവ് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ പബ്ലിക്കിനെ അറിയിക്കുക, ഇന്ന സ്ഥലത്ത് ഇതുണ്ട്, അപ്പോൾ നമ്മൾ പോയി. ഇപ്പോൾ കൊറോണ കാലത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷസ് ഡിസീസിനെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കൺമുന്നിൽ കാണുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കാരണം കോവിഡ് ഇപ്പോൾ ഇത്രയും ധാരാളമായിട്ട് എല്ലാവർക്കും പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് എന്താ ചെയ്യാം, ആക്ച്വലി ഇനി വരുന്നത് ഇൻക്യുബേഷൻ പീരീഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയും. ഇപ്പോൾ കോവിഡിന് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇത്രയും ദിവസം കൊണ്ടാണ് അതിൻ്റെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതുവരെ നമുക്കും അസുഖമുണ്ട്, നമ്മളുടെ പുറത്തേക്ക് സിംറ്റംസ് ഒന്നും വന്നില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരെ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കോവിഡൊക്കെ വരുമ്പോൾ ഒരാളെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യണം. അതും 7 തൊട്ട് 14 ദിവസം വരെയാണ് ക്വാറന്റൈൻ പറയുന്നത്. കാരണം 14 ഡേയ്സിനുള്ളിലാണ് ഇതിൻ്റെ സിംറ്റംസ് പുറത്തേക്ക് വരിക. അപ്പോൾ ഈ 14 ഡേയ്സിനുള്ളിൽ നമ്മൾ ഇൻഫെക്റ്റീവ് ആണ്, നമ്മൾ മറ്റൊരാളെ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്വാറന്റൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചു, കോവിഡ് വന്ന കാരണം നമുക്ക് ക്വാറന്റൈൻ എന്താണ്, ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഓൾറെഡി ഈ നമുക്ക് ഈ എന്താ പറയുക പേപ്പേഴ്സിൽ നിന്നും ഹെൽത്ത് മെഷേഴ്സിൽ നിന്നും ഒക്കെ മനസ്സിലായി തുടങ്ങി അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കണം. നെക്സ്റ്റ് അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഐസൊലേഷനാണ്. അപ്പോൾ ഒരു വീട്ടിലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി അവരെ ഐസൊലേറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇയാൾ യൂസ് ചെയ്ത പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, ഇയാൾ ഒരു റൂമിലിരിക്കുക, ഇയാൾ യൂസ് ചെയ്ത ടോയ്ലറ്റ്സ് യൂസ് ചെയ്യരുത്. പിന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. ചില വീട്ടുകാരെന്താ ചെയ്യുക, ചിക്കൻ പോക്സ് അല്ലേ, ചിക്കൻ പോക്സ് ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും വന്നു പോയാൽ കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഈ
വീട്ടിലെ കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ വിടും. അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മൾ ഇൻഫെക്ഷൻസ് ഡിസീസ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർലി ഐസൊലേറ്റ് ചെയ്യണം. മറ്റുള്ള ആൾക്കാർക്കും കൂടി വരുത്തി അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ ഇവിടെ നിങ്ങളുടെ ബുക്കിൽ കൂടുതലും പറഞ്ഞിരിക്കുന്ന സ്മോൾ പോക്സിനെ കുറിച്ചാണ്. സ്മോൾ പോക്സ് ആക്ച്വലി ഇറാഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അതിനെക്കുറിച്ചാണ് കൂടുതൽ ഡിസ്കഷൻ വന്നേക്കണം. ജസ്റ്റ് യു ഹാവ് ടു റീഡ് ത്രൂ ഇറ്റ്. വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിൽ. പിന്നെ എന്താ സീരിയസ് ആയിട്ടുള്ള നമ്മൾ അസുഖങ്ങൾ കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക, ഈ ചില സമയത്ത് ചിക്കൻ ബോക്സ് ഒക്കെ വന്നാലും തന്നെ നമ്മൾ പ്രോപ്പർ മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ ഈ ക്രിപ്പിൾഡ് ആവാൻ ചാൻസ് ഉണ്ട്. കണ്ണ് ചിലവർക്ക് സ്മോൾ പോക്സിൻ്റെ കുരുവൊക്കെ വന്ന് കണ്ണിൽ കുരു വന്ന് ഐസൈറ്റ് പോയ കാര്യങ്ങൾ, ചിക്കൻ ബോക്സ് വന്നിട്ടും അങ്ങനെ ഐസൈറ്റ് പോയ ഇതൊക്കെ നമുക്ക് ഇപ്പോഴും കേൾക്കാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രിക്കോഷൻ എടുത്തുകൊണ്ടിരിക്കണം, അല്ലാണ്ട് വന്ന് പോട്ടെ എന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വാറന്റൈൻ ചെയ്യാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേഷൻ ഓഫ് നെയ്ബേഴ്സ് ആൻഡ് റിലേറ്റീവ്സ് of the patient and of all those people who have come in contact with the patient for a specific length of time and equal to the incubation period of the disease. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ക്വാറന്റൈനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്, കുറച്ച് മുന്നേ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാറന്റൈൻ ചെയ്യുന്ന ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻക്യുബേഷൻ പീരീഡ്, ആ അസുഖം ഇപ്പോൾ ചിക്കൻ ബോക്സിന് ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്, അത് 7 തൊട്ട് 21 ദിവസം വരെയാണ്. ആ ഒരു ഇൻക്യുബേഷൻ പീരീഡിൻ്റെ സമയത്ത് നമ്മൾ മാറിയിരിക്കണം. അയാളുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കോൺടാക്റ്റിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ഈ അസുഖം വരുന്നത്. അത് കോവിഡിന് 7 to 14 days ആണ്. ചിലർ 28 days എന്ന് പറയുന്നുണ്ട്. പക്ഷേ മിനിമം 7 to 14 days നമ്മൾ ഇൻക്യുബേഷൻ ക്വാറന്റൈൻ ചെയ്തിരിക്കണം. അങ്ങനെയാണ് ക്വാറന്റൈൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഇപ്പോൾ ഒരു അസുഖം പകരണ എങ്ങനെയാണ്, ഒന്നുമില്ലെങ്കിൽ വായിക്കൂടെ നമ്മുടെ എയർ ഡ്രോപ്ലെറ്റ്സ്, വായിലെ തുപ്പലോ അല്ലെങ്കിൽ അത് ചെറിയ മൈന്യൂട്ടായിട്ട് നമുക്ക് കാണാത്ത രീതിക്കാണ് അത് പുറത്തേക്ക് വരിക. അത് വന്നു കഴിയുമ്പോൾ ആൾക്കാരുടെ ഇത് എന്താ പറ്റുക, അത് പുറത്തേക്ക് വന്ന് വേറൊരാളെ ഒരു അസുഖമില്ലാത്ത ആളെ ഒരു ഹെൽത്തി പേഴ്സണിലേക്ക് ചെന്ന് പറ്റുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ അതുകൊണ്ട് ത്രോട്ടിലെ നോസിലെ ഒക്കെ മ്യൂക്കസ് മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ വരാൻ ശ്രമിക്കുക. പിന്നെ എല്ലാത്തിനും എപ്പോഴും ഈ ഇൻഫെക്ഷസ് ഡിസീസ് പകരാതിരിക്കാൻ നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന സാധനം ഒന്ന് സാനിറ്റൈസറാണ്, ഒന്ന് സോപ്പാണ്. സാധാരണ സോപ്പ് യൂസ് ചെയ്യണം. പിന്നെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഉണ്ട്, പിന്നെ കാർബോളിക് ആസിഡ്, ഫിനൈൽ, അങ്ങനെ സൾഫർ ഡയോക്സൈഡ്, ഫോമാൽഡിഹൈഡ്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സാധാരണ എല്ലാ മൈക്രോ ഓർഗാനിസംസും ഡിസ്ട്രോയിഡായി പോകുന്നതാണ്. അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം, ഇപ്പോൾ തുപ്പാനായിട്ട് എർത്തൺ ബോട്ടിൽ എന്ന് വെച്ചാൽ സാധാരണ ഒരു മൺചട്ടിയിൽ ഇപ്പോൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സൊല്യൂഷൻ ഇട്ടിട്ട് അതിലേക്ക് തുപ്പുക. അപ്പോൾ ഈ തുപ്പിയ സാധനം പിന്നെ മറ്റുള്ളവർ ഇൻഫെക്റ്റഡ് ആവില്ല. പിന്നെ കണ്ണും മുക്കും തുടയ്ക്കാനായിട്ട് ക്ലീൻ ക്ലോത്ത് വയ്ക്കുക. ആ ക്ലീൻ ക്ലോത്ത് യൂസ് കഴിഞ്ഞാൽ അപ്പം തന്നെ കത്തിച്ച് കളയുക. അതേപോലെ നമ്മൾ ഒരു പേഷ്യൻ്റ് യൂസ് ചെയ്ത പേപ്പർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കത്തിച്ച് കളയുക. ഒന്നും അവിടെ വയ്ക്കാതെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുക. അതിന് ഇയാളുടെ അസുഖം കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അയാളുടെ റൂം കംപ്ലീറ്റ്ലി വൃത്തിയാക്കുക. അയാളുടെ ഇട്ടിരുന്ന ഡ്രസ്സുകൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക. നല്ല ഇതായിട്ട് കുളിച്ച് കംപ്ലീറ്റ് ആയിട്ട് ആ ഫുൾ റൂം അയാൾ യൂസ് ചെയ്യുന്ന ഫുൾ റൂം ശരിയാക്കണം. ഇപ്പം നമുക്കിതൊക്കെ കൃത്യമായിട്ട് അറിയാം. കോവിഡ് വന്നപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ 7 ദിവസത്തേക്ക് ആ വീട് ഇപ്പം ഫ്യൂമിഗേറ്റ് ചെയ്യാന്നൊക്കെ പറയും, ഫുൾ സ്പ്രേ ചെയ്യും അല്ലേ, ഡിസ്ഇൻഫെക്റ്റൻ്റ് സ്പ്രേ ചെയ്ത് അത് ഫുൾ ഫ്യൂമിഗേറ്റ് ചെയ്തൊക്കെ എടുക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ ഒരാളെ നോക്കുന്ന ആളല്ലേ, നമ്മൾ അസുഖമുള്ള ഒരാളെ നോക്കുന്ന ആൾ ഒരിക്കലും ആ റൂമിലിരുന്ന് കഴിക്കുകയോ അയാളുടെ അടുത്തിരുന്ന് കഴിക്കുകയോ ചെയ്യരുത്. ഇതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ അസുഖങ്ങൾ പടരാതിരിക്കുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. ഇത് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലാസ്റ്റ് പറയുന്നതാണ് പക്ഷേ എഡ്യൂക്കേഷൻ. നമുക്ക് അസുഖം എങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നത്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ പബ്ലിക്കിനെ നല്ല പ്രോപ്പർലി എഡ്യൂക്കേറ്റ് ചെയ്താൽ തന്നെ കുറേയൊക്കെ ഈ ഇൻഫെക്ഷസ് ഡിസീസസ് പടരാതിരിക്കാൻ ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം എല്ലാവർക്കും അത് അറിവുണ്ടെങ്കിൽ അവരെല്ലാവരും ആ സർക്കംസ്റ്റൻസസ് അവോയ്ഡ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി മാറിക്കിട്ടും. ഇതാണ് വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ഡിസീസാണ്. 3 സ്റ്റേജസ് ഓഫ് ഡിസീസാണ് വരുന്നത്. ആദ്യത്തെ വരുന്നത് ഇൻക്യുബേഷൻ, നെക്സ്റ്റ് വരുന്നത്
അക്യൂട്ട് സ്റ്റേജ്, നെക്സ്റ്റ് കോൺവാലസൻസ്. ഈ 3 സ്റ്റേജാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതിൽ ഇൻക്യുബേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് ജേംസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യണതിന് മുന്നത്തെ വരെയുള്ള ടൈമിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ. ഓക്കെ, എന്താണെന്ന് പറയാം, ഇപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് മൈക്രോ ഓർഗാനിസം കയറി അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫുൾ ബ്ലഡിൽ കൂടെ ഹോൾ ബോഡിയിൽ അത് ചെന്നെത്തുമ്പോൾ എന്താ വെച്ചിട്ട് ബ്ലഡിൽ നമ്മൾ ആൻറ്റിടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും, വൈറ്റ് ബ്ലഡ് സെൽസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ ആൻറ്റിബോഡീസും പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മളുടെ ഡിഫെൻസീവ് മെക്കാനിസം സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഈ ജേംസിനെ ആൻറ്റിജൻ എന്നാണ് പറയുക, ഈ ജേംസിനെ നമ്മുടെ ആൻറ്റിബോഡീസൊക്കെ കൂടി പൊട്ടിച്ച് കൊന്നു കളയും. അങ്ങനെയാകുമ്പോൾ വി വിൽ ബി ഫ്രീ ഫ്രം ഡിസീസ് വിത്തൗട്ട് എനി മെഡിസിൻസ്. സംടൈംസ് അങ്ങനെ ഇൻഫെക്ഷൻസ് ഡിസീസ് വന്നാലും ചില ആൾക്കാർക്ക് വലിയ കാര്യമായിട്ട് അവരുടെ ഡിഫെൻസീവ് മെക്കാനിസം സ്ട്രോങ് ആണെങ്കിൽ ഡിസീസസ് വന്ന് സിമ്പിളായിട്ടത് സാധാരണ ഒരു ചെറിയ പനി 1 ദിവസം 2 ദിവസം ഒക്കെ കോവിഡ് തന്നെ ചിലവർക്കൊക്കെ വന്നിട്ട് സിമ്പിളായിട്ട് പോയ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഇതിൽ പിന്നെ ഇൻക്യുബേഷൻ പീരീഡ് ഓരോ ഡിസീസസിനും ഓരോ ടൈമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ പോക്സിന് 7 to 21 days ആണ്, മംസിന് 14 to 22 days ആണ്, മീസിൽസിന് 8 to 16 days ആണ്. അത് പിന്നെ ഇതെങ്ങനെയാണ് ജസ്റ്റ് പറയാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലേക്ക് ഈ മൈക്രോ ഓർഗാനിസം കയറി അത് സീഡ് സ്പ്രൗട്ട് ചെയ്യണ വരെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യണ വരെയുള്ള ടൈമിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. നമുക്ക് കോവിഡിന് 7 to 14 days ആണ് ഇൻക്യുബേഷൻ പീരീഡ്. The germ causing disease enter the body in one of the many ways. ഏതെങ്കിലും വഴിയില്ല, ഒന്നുമില്ലെങ്കിൽ it will be breathed in or swallowed in with the food or water or through open wounds, അല്ലെങ്കിൽ injected into the blood by insects like lice, fleas or mosquitoes. അത് ശ്രദ്ധിക്കാം. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കും. നെക്സ്റ്റ് പിന്നെ അക്യൂട്ട് സ്റ്റേജിലാണ് നമ്മൾ അസുഖം സയൻസ് ആൻഡ് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുക. സയൻസ് ആൻഡ് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനടുത്ത് ആൻറ്റിബോഡീസ് നമ്മുടെ ആൻറ്റിടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ആൻറ്റിജനെ നമ്മളെ ബോഡി തന്നെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കും. ഇത് നമ്മൾ ഒരു വോറ് നടക്കുകയാണ് ഉള്ളിൽ നമ്മളെ ബോഡിയിൽ. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മളെ ഡിഫെൻസീവ് മെക്കാനിസം അത്ര സ്ട്രോങ് അല്ലെങ്കിൽ നമ്മളെ കാര്യമായിട്ട് അസുഖം ബാധിക്കും. അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് ധാരാളമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല എന്തായാലും ഒന്നുമില്ലെങ്കിൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് ഡിസീസിൽ ഒന്നുമില്ലെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് റിക്കവറിയാണ് സംഭവിക്കുക. ചില ഇൻഫെക്ഷൻസ് ഡിസീസ് ഇപ്പോൾ ചിക്കൻ പോക്സ് വന്നാൽ തന്നെ മരണപ്പെട്ട ആൾക്കാരുണ്ട്. കോവിഡ് വന്ന് മരണപ്പെട്ടുകൊണ്ട് ഇൻഫെക്ഷൻസ് ഡിസീസാണ്, സിമ്പിൾ ഇൻഫെക്ഷൻസ് ഡിസീസാണ്, പക്ഷേ മരണപ്പെടുന്ന കേസസ് ഉണ്ട്. ചിലവർ സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് കോവിഡ് വന്ന് സിമ്പിളായിട്ട് റിക്കവർ ചെയ്യുന്ന കേസസും ഉണ്ട്. പിന്നെ ഇത് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജാണ് കോൺവാലസൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസുഖം പോയി കഴിയുമ്പോൾ ഒരു ക്ഷീണവും എക്സോഷൻ ഉണ്ടാവും നമുക്ക്, ആകെ കൂടെ ഒരു ക്ഷീണം. അത് ബോഡി നോർമൽ ഹെൽത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ടൈമിനെയാണ് കോൺവാലസൻസ് പീരീഡ്. ഓരോ അസുഖങ്ങൾക്കും ഓരോ ഇൻഫെക്ഷൻസ് ഡിസീസിനും ഓരോ കോൺവാലസൻസ് പീരീഡാണ്. പിന്നെ ഓരോരുത്തരുടെ ബോഡിയുടെ ശക്തി അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. പിന്നെ ചില കേസസിൽ റിലാപ്സ് വരും. ചിലപ്പോൾ വന്നിട്ട് ഈ കോൺവാലസൻസ് കഴിയുന്നതിന് പിന്നെ റീഇൻഫെക്റ്റഡ് ആവുന്നതാണ് റിലാപ്സ് കേസസ് വരുന്നത്. പിന്നെ ചില കേസസിൽ എന്താ പറ്റുക, ഇതൊക്കെ മാറിയെന്ന് തോന്നും, പക്ഷേ വേഗം തന്നെ ഇപ്പോൾ ബ്രോങ്കോ ന്യൂമോണിയ ആയിട്ട് മാറുക, അല്ലെങ്കിൽ ചെറിയ ചുമ പനിയായിട്ട് തുടങ്ങി ബ്രോങ്കോ ന്യൂമോണിയയിലേക്ക് മാറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വളരെ കൂടിയിട്ട് വരാം. അങ്ങനെയൊക്കെയാണ് കേസസ്.